എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ ഗിബ്സ് ഫ്രീ എനർജിയെ കുറിച്ചാണ് പറയുന്നത്. ഗിബ്സ് ഫ്രീ എനർജി ഓർ ഗിബ്സ് എനർജി ഓർ ഗിബ്സ് ഫങ്ഷൻ ഇതൊക്കെ ഒന്ന് തന്നെയാണ്. സോ വാട്ട് ഈസ് ഗിബ്സ് ഫ്രീ എനർജി? Gibbs free energy is the energy associated with a chemical reaction that is available to do useful work. So നമുക്ക് വർക്കിനെ, നെറ്റ് വർക്കിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് എക്സ്പാൻഷൻ വർക്ക്, പ്രഷർ വോളിയം വർക്ക്. രണ്ടാമത്തത് നോൺ എക്സ്പാൻഷൻ വർക്ക്, എക്സ്പാൻഷൻ അല്ലാതെ ഉപയോഗിക്കുന്ന വർക്ക്. സോ ഇവിടെ നോൺ എക്സ്പാൻഷൻ വർക്കാണ് ആക്ച്വലി ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത്. സോ അത് എക്സ്പാൻഷന് വേണ്ടിയല്ല, ബാക്കിയുള്ള വർക്ക് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഗിബ്സ് ഫ്രീ എനർജി. സോ ഇറ്റ് ഈസ് എ തെർമോഡൈനാമിക് ഫങ്ഷൻ which gives spontaneity criterion for a system alone. സോ നമ്മൾ എൻട്രോപ്പിയുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. സോ എൻട്രോപ്പി ഒക്കെ പറയുമ്പോൾ നമ്മുടെ മൊത്തം യൂണിവേഴ്സിൻ്റെ കാര്യങ്ങളാണ് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. സോ ഇവിടെ സിസ്റ്റത്തിൻ്റെ മാത്രം സ്പോണ്ടേനിയസ് ക്രൈറ്റീരിയ നോക്കുമ്പോൾ നമ്മൾ ഗിബ്സ് ഫ്രീ എനർജി ഉപയോഗിച്ചിട്ടാണ് സിസ്റ്റത്തിൻ്റെ ഒരു സിസ്റ്റത്തിൽ നടക്കുന്ന റിയാക്ഷൻ, സിസ്റ്റത്തിൽ മാത്രം നടക്കുന്ന റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് പറയുന്നത് എൻട്രോപ്പി ക്രൈറ്റീരിയ വെച്ചിട്ടല്ല, നമ്മൾ ഗിബ്സ് ഫ്രീ എനർജി വെച്ചിട്ടാണ്. അതൊക്കെ നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് കൂടുതൽ മനസ്സിലാവും. സോ ദാറ്റ് ഈസ് ഇറ്റ് ഡിറ്റർമിൻസ് വെദർ എ റിയാക്ഷൻ ഇസ് സ്പോണ്ടേനിയസ് ഓർ നോട്ട് occur in a system under certain conditions. Then all chemical systems have a natural tendency to attain a state of minimum Gibbs free energy. So എല്ലാ സിസ്റ്റത്തിനും നാച്ചുറൽ ആയിട്ടുള്ള ടെൻഡൻസിയാണ് to attain a state of minimum Gibbs free energy. Then Gibbs free energy can be mathematically expressed as G is equal to H minus Ts. നമ്മൾ ഗിബ്സ് ഫ്രീ എനർജീനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്ററാണ് ക്യാപിറ്റൽ ജി. സോ വേർ എച്ച് ഈസ് ദ എൻതാൽപ്പി ആൻഡ് ടി ഈസ് ദ കെൽവിൻ ടെമ്പറേച്ചർ ആൻഡ് എസ് ഈസ് ദ എൻട്രോപ്പി. സോ എച്ച്, ടി ആൻഡ് എസ് ഒക്കെ തന്നെ സ്റ്റേറ്റ് ഫങ്ഷൻസ് ആണ്. അതുകൊണ്ട് ജിയും ഒരു തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഫങ്ഷനാണ്. ദെൻ ഫോർ എ പ്രോസസ് ഇൻവോൾവിംഗ് എ ചേഞ്ച് ഫ്രം state 1 to state 2 at constant temperature, change in free energy can be given as. So ഞാൻ പറഞ്ഞു ഇതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. സോ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുക. സോ ഇനീഷ്യൽ സ്റ്റേറ്റ് അതിൻ്റെ ഫ്രീ എനർജി G1 is equal to H1 TS1 where T is constant എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. G2 is equal to H2 minus TS2. So change in free energy G2 minus G1 is equal to H2 minus H1 minus T into S2 minus S1. So delta G is equal to delta H minus T delta S. This is the mathematical expression for free energy change while moving from a system state 1 to state 2. So delta G is equal to Gibbs free energy change, delta H is equal to change in enthalpy, delta S is equal to change in entropy, and T is the Kelvin temperature. Also, the free energy change for an overall process can be given as delta G products minus delta G reactants. Okay. Then physical significance of Gibbs free energy. ഗിബ്സ് ഫ്രീ എനർജിയുടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അത് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സോ ഫ്രം ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. സോ ഞാൻ പറഞ്ഞു ഇവിടെ ഇതൊരു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് ഹീറ്റ് പ്ലസ് വർക്ക്. ഈ വർക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നെറ്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പാൻഷൻ വർക്ക് ഉണ്ട്, നോൺ എക്സ്പാൻഷൻ വർക്ക് ഉണ്ട്. സോ ദ വർക്ക് മേ ബി എക്സ്പാൻഷൻ വർക്ക് ഓർ നോൺ എക്സ്പാൻഷൻ വർക്ക്. സോ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനെ മോഡിഫൈ ചെയ്യാം. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് വർക്ക് എക്സ്പാൻഷൻ പ്ലസ് വർക്ക് നോൺ എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ വർക്ക് നമുക്കറിയാം പ്രഷർ വോളിയം ആണ്. സോ
വർക്ക് എക്സ്പാൻഷൻ ഇസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി പ്ലസ് നോൺ എക്സ്പാൻഷൻ വർക്ക്. ദെൻ ഇവിടെ ക്യൂ ഇസ് ഈക്വൽ ടു, ഈ ഇക്വേഷനിൽ ക്യൂ ഇസ് ഈക്വൽ ടു ബാക്കിയുള്ളതിനൊക്കെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി മൈനസ് നോൺ എക്സ്പാൻഷൻ വർക്ക്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് നോൺ എക്സ്പാൻഷൻ വർക്ക്. ദെൻ നമുക്കറിയാം ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ് ഒക്കറിങ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ക്യൂ റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എൻട്രോപ്പി ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി. സോ ക്യൂ റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ്. അതിനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടി ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് നോൺ എക്സ്പാൻഷൻ വർക്ക്. ദെൻ നോൺ എക്സ്പാൻഷൻ വർക്കിനെ ഈക്വൽ ആക്കുമ്പോൾ നോൺ എക്സ്പാൻഷൻ വർക്ക് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് ഡെൽറ്റ ജി. സോ നോൺ എക്സ്പാൻഷൻ വർക്ക് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ജി. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ എക്സ്പാൻഷന് വേണ്ടി അല്ലാതെ ഉള്ള വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ് നമ്മുടെ ഫ്രീ എനർജി എന്ന് പറയുന്നത്, ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത്. സോ നമുക്കറിയാം നെഗറ്റീവ് സൈൻ, അതായത് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ എനർജി കുറയുകയാണ് ചെയ്യുക. സോ അങ്ങനെ ആകുമ്പം ഡിക്രീസ് ഇൻ ഫ്രീ എനർജിയാണ്. ഡിക്രീസ് ഇൻ ഫ്രീ എനർജി എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് സൈൻ LHSലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും കൊണ്ടുവരാൻ കാരണം ഡിക്രീസ് ഇൻ ഫ്രീ എനർജി കറസ്പോണ്ട്സ് ടു ദ യൂസ്ഫുൾ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. So Gibbs free energy for spontaneity and thermodynamic equilibrium. So Gibbs free energy വെച്ച് സ്പോണ്ടേനിയസ് പ്രോസസ്സിൻ്റെയും തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൻ്റെയും ക്രൈറ്റീരിയ എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. So first one, logical approach. A spontaneous process occurs with a decrease in Gibbs energy. Spontaneous process നടക്കുമ്പോൾ ഗിബ്സ് ഫ്രീ എനർജി ഡിക്രീസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. Then for a spontaneous process, delta G at constant temperature and pressure is negative. That means delta G constant temperature and pressure is less than 0. ഇതായിരിക്കും ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിൻ്റെ ക്രൈറ്റീരിയ. ജി വെച്ചിട്ട് ഫ്രീ എനർജി വെച്ചിട്ട് സ്പോണ്ടേനിയസ് പ്രോസസ്സിൻ്റെ ഒരു ക്രൈറ്റീരിയ ഡെൽറ്റ ജി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ് ലെസ് ദാൻ 0. Then what is the criteria for thermodynamic equilibrium? At equilibrium, there is no change in Gibbs free energy. That is, delta G at constant temperature and pressure is equal to 0. This is the condition for thermodynamic equilibrium in terms of Gibbs free energy. Then mathematical approach. നമുക്കറിയാം G is equal to H minus TS. സിൻസ് H is equal to U plus PV, അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ G is equal to U plus PV minus TS. ദെൻ ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലുള്ള ഓരോ ടേംസിനെ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ DG is equal to DU plus PDV plus VDP minus of TDS plus SDT. From the first law of thermodynamics, നമുക്കറിയാം du is equal to dq plus dw, ഹീറ്റ് പ്ലസ് വർക്കാണ് അല്ലേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ. സോ അതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ du is equal to dq plus dw. നമുക്കറിയാം dw എക്സ്പാൻഷൻ വർക്ക് പ്രഷർ വോളിയം വർക്കാണ് മൈനസ് PdV. ഓക്കെ, സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ dg is equal to dq minus PdV plus PdV plus VDP minus of TDS plus SDT. ഇനി ഇതിൽ മൈനസ് PdV പ്ലസ് PdV ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ DQ പ്ലസ് VDP മൈനസ് ഓഫ് TDS പ്ലസ് SDT അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് പ്രഷറിലും ടെമ്പറേച്ചറിലും കോൺസ്റ്റന്റ് പ്രഷർ ആകുമ്പോൾ DP 0 ആവും, ചേഞ്ച് ഇൻ പ്രഷർ 0.
കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആകുമ്പോൾ ഡി ടി സീറോ ആവും. അങ്ങനെ ആകുമ്പോൾ ഡി ക്യു മൈനസ് ടി ഡി എസ് മാത്രം വരും. സോ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ചേഞ്ച് ഇൻ ഫ്രീ എനർജി is equal to dq minus tds. ഇനി രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. ഗിബ്സ് ഫ്രീ എനർജി ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? സോ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, when the change is reversible, dq reversible is equal to tds. ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ വരിക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഇവിടെ ഡി ക്യു റിവേഴ്സിബിളും ടി ഡി എസും ഈക്വൽ ആണെങ്കിൽ ഡി ജി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇസ് ഈക്വൽ ടു സീറോ. കാരണം നമ്മൾ നേരത്തെ മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞു ഡി ജി ഇസ് ഈക്വൽ ടു ഡി ക്യു മൈനസ് ടി ഡി എസ് ആണ് പറഞ്ഞത്. സോ ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഇത് രണ്ടും സെയിം ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ ഡി ജി ഇസ് ഈക്വൽ ടു സീറോ. സോ ഇതൊരു ഇൻഫിനിറ്റിസിമലി സ്മോൾ ചേഞ്ച് ആണ്, സ്മോൾ ഫ്രീ എനർജിയാണ്. നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്തതുകൊണ്ട് ഒരു ഫൈനൈറ്റ് ചേഞ്ച് ആണെങ്കിൽ നമ്മൾ ഡീനെ മാറ്റി ഡെൽ എന്ന് ഉപയോഗിക്കും. ഡെൽ ജി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇസ് ഈക്വൽ ടു സീറോ. സോ അറ്റ് ഇക്വിലിബ്രിയം ഫ്രീ എനർജി ചേഞ്ച് ഫോർ എ പ്രോസസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇസ് ഈക്വൽ ടു സീറോ. ദെൻ ഇപ്പോൾ നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷനാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അടുത്തത് ഗിബ്സ് ഫ്രീ എനർജി ഫോർ ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് പ്രോസസ് ആകുമ്പോൾ നമുക്കറിയാം ഡി ക്യു ഇസ് ലെസ് ദാൻ ടി ഡി എസ്. ഡി ക്യു ഇസ് ലെസ് ദാൻ ടി ഡി എസ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്താണ്? ഡി ക്യു ഇസ് ലെസ് ദാൻ ടി ഡി എസ്. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും? വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. സോ ഡി ജി at constant temperature and pressure will be less than 0. Negative ആയതുകൊണ്ട് less than 0. So for a finite change, del G at constant temperature and pressure will be less than 0. So free energy change for a spontaneous process at constant temperature. Sorry, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക്, അത് കോപ്പി ചെയ്തപ്പം പറ്റിയതാണ്. So free energy change for a spontaneous process at constant temperature and pressure will be less than 0. Less than 0. Okay? Then conditions for a process to be spontaneous. Free energy യുടെ ഇക്വേഷൻ വെച്ചിട്ട് സ്പോണ്ടേനിയസ് പ്രോസസ്സിൻ്റെ ക്രൈറ്റീരിയ പറയുകയാണ് ഇവിടെ. സോ നമുക്കറിയാം ഡെൽ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. സോ ഇവിടെ ആർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഓവറോൾ റിയാക്ഷൻ എന്നുള്ള ടേമിന് വേണ്ടിയിട്ടാണ് ഡെൽ ജി ആർ എന്ന് ഉപയോഗിച്ചത്. സോ നമുക്ക് ഇവിടെ പല വാല്യൂസ് കൊടുക്കുകയാണ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആവുമ്പോൾ നമുക്കറിയാം ഡെൽറ്റ എച്ച് നെഗറ്റീവും ഇത് പോസിറ്റീവും ആകുമ്പം ഇതിൻ്റെ വാല്യൂ ഡെൽറ്റ ജിയുടെ വാല്യൂ ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും അറ്റ് ഓൾ ടെമ്പറേച്ചർ. സോ ഡെൽറ്റ ജി നെഗറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസസ്സ് എന്താണ്? സ്പോണ്ടേനിയസ് ആവും. ദെൻ ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് നെഗറ്റീവും രണ്ടും നെഗറ്റീവ് ആകുമ്പോൾ നമുക്കറിയാം ഇത് നെഗറ്റീവ്, ഇത് ഡെൽറ്റ എസ് നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആവും. സോ ഈ പാരാമീറ്റർ പോസിറ്റീവും ഈ പാരാമീറ്റർ നെഗറ്റീവും ആവും. സോ ഡെൽറ്റ ജി നെഗറ്റീവ് എപ്പോഴാവുക? ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. സോ ഇത് കൂടുതൽ നെഗറ്റീവും ഇത് കുറച്ച് പോസിറ്റീവും ആകുമ്പോഴാണ് ടോട്ടൽ വാല്യൂ നെഗറ്റീവ് വരിക. സോ ഇത് കുറച്ച് പോസിറ്റീവ് ആവണമെങ്കിൽ ലോ ടെമ്പറേച്ചർ ആയിരിക്കണം. സോ ഡെൽറ്റ ജി നെഗറ്റീവ് ആവുക എപ്പോഴാണ്? ഡെൽറ്റ എച്ച് കൂടുതലും ഡെൽറ്റ എസിൻ്റെ വാല്യൂ നെഗറ്റീവാണ് അറ്റ് ലോ ടെമ്പറേച്ചർ. അങ്ങനെയാകുമ്പം ഈ ഫാക്ടർ മൊത്തത്തിൽ നെഗറ്റീവ് ആവും. ഇനി ഇവിടെ ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്, അങ്ങനെ ആവുമ്പം ഇവിടെ പോസിറ്റീവ് എപ്പോഴാണ് വരിക? ഇവിടെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ, ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ്, ഇവിടെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കൂടുതലാവുകയാണെങ്കിൽ ഈ ഫാക്ടർ ഡോമിനേറ്റ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും? ടോട്ടൽ വാല്യൂ പോസിറ്റീവ് ആവും. സോ ഡെൽറ്റ ജി ബിക്കംസ് പോസിറ്റീവ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. സോ അങ്ങനെയാകുമ്പോൾ എന്തായി? നോൺ സ്പോണ്ടേനിയസ് ആവും.
സോ ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ് ആകുമ്പം സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് നോൺ സ്പോണ്ടേനിയസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ദെൻ രണ്ട് ഫാക്ടേഴ്സും പോസിറ്റീവ് ആവുകയാണ്. എച്ചും പോസിറ്റീവാണ്, എസും പോസിറ്റീവാണ്. ഇവിടെ എച്ച് പോസിറ്റീവാണ്, എസ് പോസിറ്റീവാണ്. അങ്ങനെയാവുമ്പോൾ സപ്പോസ് ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ വളരെ കൂടുതലാണെന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ ഇവിടെ കുറവാണ്, ഇവിടെ കൂടുതലാണ്. സോ ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. സോ ഇവിടെ വളരെ കൂടുതലാണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് വരും. അങ്ങനെയാകുമ്പോൾ ടി എന്തായിരിക്കണം? ലോ വാല്യൂ ആയിരിക്കണം. സോ അറ്റ് ലോ ടെമ്പറേച്ചർ ഡെൽറ്റ ജി ബിക്കംസ് പോസിറ്റീവ്. പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? നോൺ സ്പോണ്ടേനിയസ്. ദെൻ ഇവിടെ ഡെൽറ്റ എച്ച് കുറവും മൈനസ് ടി ഡെൽറ്റ എസ് കൂടുതലും ആവുകയാണെങ്കിൽ, അതായത് ടിയുടെ വാല്യൂ ഹൈ ആണെങ്കിൽ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആവും. അങ്ങനെയാകുമ്പോൾ ടോട്ടൽ ഫ്രീ എനർജി ബിക്കംസ് നെഗറ്റീവ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. സോ സ്പോണ്ടേനിയസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഓൺലി. ദെൻ ഫസ്റ്റ് വാല്യൂ എച്ച് പോസിറ്റീവും സെക്കൻഡ് വാല്യൂ നെഗറ്റീവും ആവുകയാണെങ്കിൽ, ഇതും പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ്. സോ രണ്ടും ഇത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ ഡെൽറ്റ ജി ബിക്കംസ് പോസിറ്റീവ് അറ്റ് ഓൾ ടെമ്പറേച്ചേഴ്സ്. സോ നോൺ സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചേഴ്സ്. സോ ഇതാണ് ഡെൽറ്റ ജിയുടെ വാല്യൂ. ഡെൽറ്റ ജീനെ വെച്ചിട്ടാണ് നമ്മൾ സ്പോണ്ടേനിറ്റി പറയുന്നത്. സോ ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണോ എന്ന് പറയാൻ ഡെൽറ്റ ജി വെച്ചിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച്. നമുക്കറിയാം ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇവിടെ എടുത്തിരിക്കുന്ന ഓരോ പാരാമീറ്റേഴ്സും സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് സ്റ്റാൻഡേർഡ് പ്രഷേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്സിലാണ് എല്ലാ ആൾക്കാരെയും എടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ടോട്ടൽ ഗിബ്സ് എനർജീനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് എന്ന് പറയും. ഓക്കെ. സോ പൊതുവേ നമ്മൾ 298 കെൽവിനും 1 ബാർ പ്രഷറുമാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്. സോ ഇവിടെ സ്റ്റാൻഡേർഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് 0 ആഡ് ചെയ്യും. സോ ഡെൽറ്റ ജി 0 ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് 0 മൈനസ് ടി ഡെൽറ്റ എസ് 0. ദെൻ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണിത്. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെഫിനിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, at absolute zero temperature, the entropy of every perfectly crystalline solid is zero. Absolute zero temperature എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോ ടെമ്പറേച്ചറാണ്. അവിടെ മോളിക്കുലർ മോഷൻസ്, മൂവ്മെൻറ്റ്സ്, അതായത് റൊട്ടേഷണൽ, വൈബ്രേഷണൽ, ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. ആ മോളിക്യൂൾസ് എല്ലാം തന്നെ ഫ്രീസായിട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കും. സോ അങ്ങനെ നിൽക്കുമ്പോൾ, മൂവ്മെൻറ്റ് ഒന്നുമില്ലാതെ നിൽക്കുമ്പോൾ അതിന് ഡിസോർഡർനെസ് ഉണ്ടാവില്ല, അതിന് എൻട്രോപ്പി 0 ആയിരിക്കും. ഓക്കെ. സോ അറ്റ് ആബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ എൻട്രോപ്പി ഓഫ് എവറി പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡ് ഈസ് 0. സോ അതിന് അത്രയും ഓർഡർനെസ് ഉണ്ടാവും അറ്റ് ആബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ. കാരണം ഇതിൻ്റെ ഓരോ മോളിക്യൂൾസും ഫ്രീസായിട്ട് നിൽക്കുകയായിരിക്കും, അതിന് മോളിക്കുലർ മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എൻട്രോപ്പിയും ഇൻക്രീസ് ചെയ്യും. ഓക്കെ. സോ അറ്റ് ആബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ ദ എൻട്രോപ്പി ഓഫ് എവറി പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡ് ഈസ് 0. ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് തെർമോഡൈനാമിക്സ് ചാപ്റ്റർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.